ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗൗരീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി നാടൻ വാഴച്ചുണ്ട് തോരനാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാടൻ വാഴച്ചുണ്ടാണ്. കൂടാതെ തേങ്ങ ചിരകിയത് 1/2 കപ്പ്, 5 അല്ലി വെളുത്തുള്ളി, ഒരു 4 എരിവുള്ള പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം. ഇനി നമുക്ക് വാഴച്ചുണ്ടിൻ്റെ 1-2 പോളകൾ പൊളിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അറ്റത്തുള്ള ഈ തണ്ട് നമുക്ക് ഒടിച്ചു മാറ്റാം. അതിനുശേഷം വാഴച്ചുണ്ടിൻ്റെ അറ്റത്ത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് മുഴുവൻ ചുണ്ടും കനം കുറഞ്ഞ് കൊത്തി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ചുണ്ട് മുഴുവൻ അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് നന്നായി തിരുമ്മി വെക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിരുമ്മി തട്ടിപ്പൊത്തി വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇത് തിരുമ്മി തട്ടിപ്പൊത്തി വെക്കാം. ഇനി നമ്മൾ അരപ്പിനായി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും പച്ചമുളകും അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടിലേക്ക് ഈ അരപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കരിവേപ്പിലയും നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി മൂടി വേവിക്കാൻ വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം മൂട് തുറന്നത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചുണ്ട് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നാടൻ ചുണ്ടുതോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ ചുണ്ടുതോരൻ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.